ഇപ്പോൾ ഞാൻ തിരികെ എത്താം. റിയാസ് കെ എം ആർ തത്സമയം അവിടെ തുടരുക. റിയാസ് കെ എം ആറിലേക്ക് തിരികെ എത്താം. തൃശ്ശൂരിൽ വലിയൊരു ഗതാഗത കുരുക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അനീഷ് ആന്റണി നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് തൃശ്ശൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഗണേശ്, മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിലാണ് ഗതാഗതക്കുരുക്ക് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറോളം സമയമായി. 6 കിലോമീറ്ററോളം ദൂരത്തിലാണ് വാഹനങ്ങൾ കുരുങ്ങിക്കിടക്കുന്നത്. പട്ടിക്കാട് പാലക്കാട് റൂട്ടിൽ കല്ലിടുക്ക് ഭാഗത്തു നിന്നും കുതിരാൻ വരെ ഇത്തരത്തിൽ 6 കിലോമീറ്ററോളം ദൂരം ലോറിയും കാറും ബസ്സും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുരുങ്ങിക്കിടക്കുന്നു. അവിടെ പട്ടിക്കാട് പാലം പണി നടക്കുന്നുണ്ട്, റോഡ് പണി നടക്കുന്നുണ്ട്. മാത്രമല്ല മഴയിൽ ദേശീയപാതയിൽ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇത്തരത്തിൽ വലിയൊരു ഗതാഗതക്കുരുക്കിന് കാരണമായി യാത്രക്കാർ തന്നെ പറയുന്നത്. ഈ ബ്ലോക്ക് മൂലം തൃശൂർ പാലക്കാട് റൂട്ടിലെ ചില ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചു എന്നുകൂടി പറയുന്നുണ്ട്. ഇപ്പോൾ ബസ്സിന് ബ്ലോക്കിന് ചെറിയ അയവ് വന്നിട്ടുണ്ടെന്ന് കൂടി പറയുന്നുണ്ട്. പക്ഷെ വീണ്ടും അത് കുരുക്കിലേക്ക് രൂപപ്പെട്ടു വരികയാണ്. ചില നേരത്തെ വാഹനങ്ങൾ അല്പം നീങ്ങി തുടങ്ങും, പിന്നീട് വീണ്ടും അത് വലിയ ബ്ലോക്കിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും രാവിലെ ഒരു 6-6:30 ആരംഭിച്ച ബ്ലോക്ക് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് വിവരം. നമുക്കറിയാം, ഇന്ന് തിങ്കളാഴ്ചയാണ്. നിരവധി അവധി കഴിഞ്ഞ് നിരവധി പേർ വാഹനങ്ങളുമായി ജോലിക്ക് ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയത്തൊക്കെ ആണ് ഇത്തരത്തിൽ വലിയൊരു ബ്ലോക്ക് ഉണ്ടാവുന്നത്. ഇനി അവിടെ നിന്നും ആ ബ്ലോക്ക് വിട്ടു കഴിഞ്ഞാൽ ആമ്പല്ലൂര് അടിപ്പാത നിർമ്മാണം നടക്കുന്നുണ്ട്, ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ. അത് കഴിഞ്ഞാൽ ചിറങ്ങരയിലുണ്ട്. എന്തായാലും ഇവിടെയെല്ലാം നിരന്തരം വലിയ ബ്ലോക്കുകളാണ്. വലിയ രീതിയിൽ വാർത്ത വന്നൊരു സ്ഥലമാണ്. പക്ഷേ ഈ ഭാഗത്ത് ഇപ്പോൾ നടക്കുന്ന ഈ പട്ടിക്കാട് ഭാഗത്ത് അല്ലെങ്കിൽ കുതിരാൻ ഭാഗത്തുള്ള ബ്ലോക്ക് അങ്ങനെ കേട്ടുകേൾവിയില്ല. എന്തായാലും അവിടെ ഇന്ന് രാവിലെ മുതലാണ് ഇത്തരത്തിൽ വലിയൊരു ബ്ലോക്ക് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പോലീസും ഒക്കെ ഇടപെട്ട് ബ്ലോക്ക് കുരുക്കഴിക്കാനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ നടത്തി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം അല്പം ഒരു സമയം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ബ്ലോക്ക് മാറി വാഹനങ്ങളുടെ ഗതാഗതം സുഗമമാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിലവിലിപ്പോൾ വലിയ ബ്ലോക്കാണ്, നീണ്ട നിരയാണ് വാഹനങ്ങളുടെ ഈ ഭാഗത്ത് കാണുന്നത്. മനീഷ്, അരമണിക്കൂറിനകം ബ്ലോക്ക് മാറുമെന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളത് വെറും ഒരു പ്രതീക്ഷ മാത്രമാണ്. എന്താണ് സംഭവിക്കുക എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന ആ ഗതാഗത കുരുക്കിൽപ്പെട്ടിരിക്കുന്ന ഓരോ വാഹനത്തിലുമുള്ളവർ അത് 10 മിനിറ്റ് കൊണ്ട് തീരുമോ 15 മിനിറ്റ് കൊണ്ട് തീരുമോ എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷ എത്രത്തോളം ഉണ്ടാവുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തൃശ്ശൂർ മണ്ണൂത്തി വടക്കഞ്ചേരി ദേശീയപാതയിലൂടെ നിങ്ങൾ ആരെങ്കിലും ഇന്ന് ഈ പ്രഭാതത്തിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. വൻ ഗതാഗത കുരുക്കാണ് അവിടെ. ഏതെങ്കിലും സുപ്രധാന കാര്യത്തിന്, ഏതെങ്കിലും പ്രധാനപ്പെട്ട ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ, കല്യാണാവശ്യത്തിന്, അടിയന്തരാവശ്യത്തിന്, മറ്റേതെങ്കിലും ജോലിക്കാര്യത്തിന്, ഇന്റർവ്യൂവിന് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. വടക്കഞ്ചേരി ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. തൃശ്ശൂർ മണ്ണൂത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കാണ്. പാലക്കാട് റൂട്ടിൽ കല്ലിടുക്ക് ഭാഗത്ത് നിന്നും കുതിരാൻ വരെ അതിഭീകരമായിട്ടുള്ള ഗതാഗത കുരുക്കാണ്. തൊട്ട് മുട്ടി ഒച്ചിടയിനെ എന്നതിനേക്കാൾ മെല്ലെ വാഹനങ്ങൾ അവിടെ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് കിടക്കുന്നു. 6 കിലോമീറ്ററോളം ദൂരത്തിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ ചില ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു. ശക്തമായ മഴയിൽ റോഡിൽ കുഴികൾ രൂപപ്പെട്ടത് അടക്കമുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഗതാഗതക്കുരുക്കിന് കാരണം. നേരെ നമ്മൾ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. തത്സമയം അവിടെ നിന്ന് റിയാസ് കെ എം ആർ ചേരുന്നു. ഇന്നലെ ഉണ്ടായ അതിഭീകരമായിട്ടുള്ള അഗ്നിബാധയ്ക്ക് ശേഷം ഇന്നിതാ കൃത്യമായിട്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായി ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം